സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ സാഗറും കൃഷും സുചിത്രയൊക്കെ ആഗ്രഹിച്ചതുപോലെ മാനസയും ബലരാമനും തമ്മിലുള്ള വിവാഹം മുടങ്ങി. അതായത് ബലരാമൻ മാനസയുടെ കഴുത്തിൽ താലി കെട്ടുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ ഭാഗ്യശ്രീയെ അവിടെ കൊണ്ടുവന്ന് എത്തിക്കുന്നതോടെ ബലരാമൻ സുമിത്രയോടും മാനസയോടും പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഒടുക്കം ഈ വിവാഹത്തിൽ നിന്നും പിന്മാറിയത് അറിഞ്ഞ ആ സമയത്ത് മാനസ ഒരു ഗത്യന്തരവും ഇല്ലാതെ സുമിത്രയെ ഒറ്റിക്കൊടുക്കുന്നു. അതായത് താനൊന്നും അറിഞ്ഞിട്ടുള്ള കാര്യമായിരുന്നില്ലെന്നും മകളെ ഇത്രയും നാൾ തടവിലാക്കിയത് അമ്മ മാത്രമാണ്, ആ കാര്യങ്ങളിലൊന്നും തനിക്കൊരു പങ്കില്ലെന്ന് അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ നാടകം കളിക്കുന്നുണ്ട്. കാരണം മയക്കുമരുന്ന് കേസിൽ ജയിലിലായിട്ട് അവിടുന്ന് എങ്ങനെയൊക്കെയോ അച്ഛനും അമ്മയും ഇടപെട്ട് പുറത്തു കൊണ്ടുവന്നതേ ഉള്ളൂ. വീണ്ടും മറ്റൊരു കുറ്റകൃത്യത്തിന് കൂട്ടുനിന്നു എന്നറിയുമ്പം അവരിനി തള്ളി പറയുമെന്ന് വിചാരിച്ചിട്ടാണ് മാനസ അങ്ങനെയൊക്കെ നിൽക്കുന്നത്. നമ്മുടെ മാനസയാണെങ്കിൽ സുമിത്രയുടെ കവളത്ത് ആഞ്ഞടിക്കുന്നത് കണ്ടിട്ട് ജയമോഹനും ഹേമയും കൂടി അവളെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നു. പോലീസ് വന്ന് നമ്മുടെ സുമിത്രയും വരുണിനെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. വീട്ടിൽ വന്ന മാനസയാണെങ്കിൽ ദേഷ്യത്തോടെ തലയിൽ ചൂടിയിരുന്ന പൂവെല്ലാം വലിച്ചെറിഞ്ഞ് ബലരാമനെ കുറിച്ച് ഓരോന്നും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. വിവാഹം മുടങ്ങിയതിൻ്റെ എല്ലാ ദേഷ്യവും അവളുടെ മുഖത്തുണ്ട്. ജയമോഹനും ഹേമയും പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും മാനസ ഭയങ്കര ദേഷ്യത്തിലാണ്. അതേസമയം കൃഷും കൺമണിയും രജിസ്റ്റർ ഓഫീസിൽ നിൽക്കുന്ന ഭാഗ്യശ്രീയോടും ബലരാമനോടും ചില ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നു. ഇനി മാനസയോ ജയമോഹൻ സാറോ എന്ത് പ്രശ്നത്തിന് വന്നാലും അതൊന്നും മൈൻഡ് ചെയ്യേണ്ടെന്നും ഒരിക്കലും ഇനി മാനസയെ വിവാഹം കഴിക്കാമെന്നൊരു തീരുമാനം എടുക്കുകയോ ചെയ്യരുതെന്നൊക്കെ പറയുന്നു. ജയമോഹൻ സാറ് ഇതിൻ്റെ പേര് ഇനി എന്ത് തീരുമാനം എടുക്കുമെന്ന് അറിയത്തില്ല. കാരണം കുറച്ച് ദിവസമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ കുറേ മാറ്റങ്ങളുണ്ട്. ഇതിനെല്ലാം ഇടയ്ക്ക് നമ്മുടെ കൺമണിയുടെ ചേട്ടൻ വീട്ടിലേക്ക് വന്നതും പൈസ അറേഞ്ച് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിൽ ധനലക്ഷ്മി അദ്ദേഹത്തെ ഒരുപാട് വിഷമിപ്പിക്കുകയും ഫുഡ് കഴിക്കാൻ പോലും സമാധാനം കൊടുക്കാത്തതിൻ്റെ പേരിൽ വന്ന പാടെ തിരിച്ച് പറഞ്ഞു വിടുന്ന ആ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ശ്രീനിവാസനാണെങ്കിൽ ധനലക്ഷ്മിയെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പൈസ പെല്ലെ ആയാലും അറേഞ്ച് ചെയ്യാം, തൽക്കാലം മകനെ ഇവിടുന്ന് പറഞ്ഞു വിടരുതെന്ന്. എന്നാൽ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. പൈസയും സാധനങ്ങളും ആയിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞ് മനോജിനെ വീണ്ടും പറഞ്ഞയക്കുന്നു. എന്ത് പറഞ്ഞാലും ധനലക്ഷ്മിയുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഇത്രയും ദിവസം എല്ലാവരും പ്രതീക്ഷിച്ചത് ധനലക്ഷ്മി മനസ്സറിഞ്ഞ് മാറി വന്നതാണെന്ന്. ഒരിക്കലുമല്ല. ഇപ്പം ധനലക്ഷ്മി കൊടുത്ത സ്വർണ്ണാഭരണങ്ങൾ പോലും മുക്കുപണ്ടമാണോ എന്നാ സംശയം. കാരണം ആ സ്വർണം പണയം വെക്കാനോ വിൽക്കാനോ ധനലക്ഷ്മി ആഗ്രഹിക്കുന്നില്ല. കഴുത്തിൽ അണിയിക്കാൻ മാത്രമാണ് കൺമണിക്ക് കൊടുക്കാൻ ആഗ്രഹം. ഇനി കല്യാണത്തിന് ശേഷം അതെല്ലാം മുക്കുപണ്ടാണെന്നുള്ള പേരിൽ കൺമണിയുടെ ജീവിതം തകർക്കാനോ അല്ലെങ്കിൽ കൺമണിയെ സാഗറിൻ്റെ വീട്ടിൽ കൊച്ചാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് ധനലക്ഷ്മി അങ്ങനെ ചെയ്യത്തില്ലെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും അധികം താമസിക്കാതെ അറിയാം ധനലക്ഷ്മി കൊടുത്ത ആഭരണങ്ങൾ സ്വർണ്ണമാണോ അതോ വരവാണോ എന്നുള്ള കാര്യം. എന്തായാലും നമ്മുടെ മനോജ് ആണെങ്കിൽ ആകെ വിഷമത്തിലാണ്. കൂട്ടുകാരനോട് പറയുന്നു, എൻ്റെ സഹോദരിയുടെ വിവാഹം മംഗളമായിട്ട് നടത്തണം, അതിന് ക്യാഷ് അറേഞ്ച് ചെയ്തിട്ടേ ഞാൻ ഇനി വീട്ടിലേക്കുള്ളൂ. എന്തായാലും കൺമണിയുടെ ചേട്ടൻ ഒരു കാര്യം ഉറപ്പായി, ധനലക്ഷ്മിയുടെ മാറ്റം ശരിക്കുള്ള മാറ്റമൊന്നുമല്ല. ഇത് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് നാടകം കളിക്കുവാണ്. കാരണം അദ്ദേഹം പറഞ്ഞിരുന്നുവല്ലോ, പൈസയാണ് പ്രശ്നമെന്നുണ്ടെങ്കിൽ എന്തായാലും സ്വർണം കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള നിനക്ക് അതിൽ നിന്ന് കുറച്ച് സ്വർണം എടുത്ത് വിറ്റ് നമുക്ക് ഈ കാര്യങ്ങൾ മംഗളമായിട്ട് നടത്തിക്കൂടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ചൂടായി. സ്വർണ്ണാഭരണങ്ങൾ കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് സമാധാനത്തിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം ചൂടായിട്ടാണ് സംസാരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ധനലക്ഷ്മി വീണ്ടും പഴയ ആൾ തന്നെയാണ് എന്നുള്ള കാര്യം. അതേസമയം സാഗറും ദേജിയും മാത്രം അറിയുന്ന ആ ഒരു രഹസ്യം സാഗർ ചില മണ്ടത്തരങ്ങൾ കാണിച്ചു വെക്കുന്നു. എന്തൊക്കെയായി കാണിച്ചത് മറ്റുള്ളവരറിഞ്ഞാൽ പ്രശ്നമാകില്ലേ എന്നൊക്കെ നമ്മുടെ ദേജി ഉപദേശിക്കുന്ന ഭാഗത്താണ് പ്രൊമോ അവസാനിക്കുന്നത്. മിക്കവാറും കൃഷും സുചിത്രയും സാഗർ കുടുംബത്തിലെ ആരും അറിയാത്ത ഒരു രഹസ്യം നമ്മുടെ സാഗറിൻ്റെ മനസ്സിൽ ഉണ്ടല്ലോ. ആ വ്യക്തിയെ വിവാഹം ക്ഷണിക്കണമെന്നൊരാഗ്രഹവും പറഞ്ഞിരുന്നു. ഇനി വിവാഹം ക്ഷണിച്ചാലും അവർ വരാൻ പോകില്ല എന്നാണ് സാഗറും ദേവ്ജിയും കരുതിയിരുന്നത്. ഇനി മിക്കവാറും അവർ വിവാഹത്തിന് വരാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടോ, അതിൻ്റെ പേരിനാണോ ദേവ്ജി ടെൻഷൻ അടിക്കുന്നത്? കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.